ഹായ് ഗൈസ്, ഞാൻ റാസി. നമ്മുടെ ഗ്യാരേജിൽ നമ്മുടെ യൂട്യൂബിലെ വീഡിയോ കണ്ടു വന്നിട്ടുള്ള ഒരു കസ്റ്റമറാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം നമ്മുടെ ഗ്യാരേജിൽ വന്നിട്ടുള്ളതും ഇദ്ദേഹത്തിന് കാർ കൊണ്ടുവരുമ്പോഴുള്ള കംപ്ലയിൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഓക്കെ, ഹലോ. ഹായ്, നമ്മുടെ പേര് ഷെരീഫ്. ഷെരീഫിലാണ്. പ്രവാസിയാണ്. ഓക്കെ, ലീവിന് വന്നാണ്. ഇക്കാടെ കാറിന് എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്? എൻ്റെ വണ്ടിക്ക് മെയിനായിട്ട് ഹാൻഡ് ബ്രേക്ക് എൻഗേജ് ആകുമ്പോൾ ടോപ്പിലായിരുന്നു. അപ്പോൾ 1-2 വർക്ക്ഷോപ്പിൽ ഞാൻ കാണിച്ചപ്പോൾ അവർ പിന്നെ ഡ്രം ചേഞ്ച് ചെയ്യണം, പിന്നെ കേബിൾ ചേഞ്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കറങ്ങി. പക്ഷേ ഒന്നും റെഡി ആയിട്ടില്ല. പിന്നെ അതവിടെ പെൻഡിങ് ആയിട്ട് കിടക്കായിരുന്നു. അങ്ങനെയാണ് ഞാൻ യൂട്യൂബിൽ റാസിയുടെ വീഡിയോ ഞാൻ കുവൈത്തിലുള്ള ടൈമിൽ യാദൃശ്ചികമായിട്ടാണ് റാസിയുടെ വീഡിയോ ഒന്ന് ഞാൻ കാണുന്നത്. പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എല്ലാ വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ കറക്റ്റ് പെർഫെക്റ്റ് വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന്. നമ്മൾ മാക്സിമം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇക്കയുടെ വണ്ടിയുടെ പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ഇക്ക പറഞ്ഞു ഇതിന്റെ ഹാൻഡ് ബ്രേക്ക് കുറെ മേലേക്കാണെന്നല്ലോ. അപ്പോൾ ഓൾറെഡി നിങ്ങൾ വേറെ വർക്ക്ഷോപ്പിൽ കാണിച്ച് അവിടെ ചെക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇതിന്റെ കേബിൾ മാറേണ്ടി വരുമോ എന്നൊക്കെ ഉള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ നോക്കിയപ്പോഴാണ് ചെറിയൊരു സാധനം മാത്രമാണ് ഇതിന് മിസ്സിങ്. അതായത് ചെറിയൊരു പ്ലേറ്റ്, അതായത് ഒരു സൈഡിലേക്ക് ജസ്റ്റ് 217 രൂപ മാത്രമേ വരുന്നുള്ളൂ. ആ ഒരു സംഭവം യഥാർത്ഥത്തിൽ ഇവിടെ വന്നപ്പോഴാണ് നിങ്ങൾ അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നമ്മള് അതെ, പക്ഷെ വേറെ സംഭവമാണ്. ഇപ്പൊ ഇക്ക കാണിക്കുന്ന സ്ഥലത്ത് ചിലപ്പോ അവര് വേറെ വർക്കിൽ ബിസി ഒക്കെ ആണെങ്കിൽ ചിലപ്പോ അവര് പെട്ടെന്ന് പറയും നമുക്ക് ഇത് ഫുള്ള് മാറണം എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് അഴിച്ചു നോക്കണം, എന്നാൽ തന്നെയുള്ള നമുക്ക് കറക്റ്റ് എന്താ കുഴപ്പമെന്നുള്ള നമുക്ക് കറക്റ്റ് അറിയാം. ഞാൻ നിങ്ങളുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ പ്രകാരം അങ്ങനെ നിങ്ങളെ ഞാൻ വിളിച്ച് പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ കുറച്ച് ബിസി ഉണ്ടെന്ന് പറഞ്ഞാൽ അത്രയും വെയിറ്റ് ചെയ്ത് ഞാൻ അത്രയും കിലോമീറ്റർ ഏകദേശം ഒരു 35-40 കിലോമീറ്റർ ഓടിയിട്ട് ഞാൻ ഇവിടെ വരണമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഇവിടെ വന്നതിന് എന്തായാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആ പ്രോബ്ലം നിങ്ങൾ കണ്ടെത്തിയിട്ട് അത് സോൾവ് ചെയ്ത് തന്നിട്ടുണ്ട്. അത് പക്കയാണ്. പിന്നെ ഇക്കടെ വണ്ടി നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം ഡീസലാണ്, നല്ല നല്ല അടിപൊളിയാണ്. കാരണം എൻജിൻ കാര്യങ്ങളൊക്കെ എല്ലാം പെർഫെക്റ്റ് ആട്ടോ. വണ്ടി ടോട്ടലി നല്ല പെർഫെക്റ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എൻജിൻ ഓയിൽ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ എയർ ഫിൽറ്റർ മാറി. മൊത്തത്തിൽ വണ്ടി ടോട്ടലി ബ്രേക്സ് ചെക്കപ്പ് ചെയ്തു, ഫ്രണ്ടും ബാക്കും ഒക്കെ എല്ലാം ഓക്കെ ആണ്. അപ്പം ഇക്കൊക്കെ നമ്മുടെ വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ. കാര്യങ്ങളൊക്കെ ഓക്കെ. 100% നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സർവീസ് എന്തെങ്കിലും AC-യുടെ വർക്കൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. 100% ഈ നമ്പറിൽ വിളിച്ചിട്ട് റാസീസ് ഗ്യാരേജിൽ വന്നാൽ മതി. ഗ്യാരണ്ടിയാണ്, അത് എന്റെ ഗ്യാരണ്ടിയാണ്. അപ്പൊ നമുക്കിപ്പോ ഓൾറെഡി ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്, കൂടുതൽ പ്രവാസികൾ തന്നെയാണ്. അപ്പൊ നമ്മുടെ വർക്ക്ഷോപ്പിൽ ഇപ്പോൾ ഓൾറെഡി 2 വണ്ടി ഉണ്ട്. ഒന്ന് നമുക്കൊരു നാനോ ഉണ്ട്, പിന്നെ ഒരു വാഗനാർ ഉണ്ട്. ഇത് രണ്ടും പ്രവാസികളുടെ വണ്ടിയാണ്. പിന്നെ ബാക്കി നമ്മുടെ ലോക്കലുള്ള വണ്ടിയാണ്. അപ്പൊ നമ്മള് മാക്സിമം ഫാസ്റ്റ് ആയിട്ട് ഓരോ കംപ്ലൈന്റുകൾ തീർത്ത് വണ്ടി തിരിച്ചു കൊടുക്കാൻ നമ്മൾ നോക്കുന്നത്. അപ്പം പിന്നെന്ന് പറഞ്ഞാല് എന്താ പറയാ, വർക്ക്ഷോപ്പ് ഒക്കെ നമുക്ക് ഒന്നുകൂടെ അപ്ഗ്രേഡ് ചെയ്യണം. അപ്പൊ അതിന്റെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്നു, നമ്മുടെ കൂടെ എന്താ പറയാ, നമ്മൾ ഉച്ചക്ക് ലഞ്ചൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മള് എല്ലാവരും ഹാപ്പിയാണ്, മനസ്സും നിറഞ്ഞു വയറും നിറഞ്ഞു എന്ന് പറഞ്ഞ പോലത്തെ ഫീലിംഗ് ആണ് ഇവിടെ. ഫുഡ് അടിപൊളിയല്ലേ? ഫുഡ് അടിപൊളി. ഓക്കെ. അപ്പം ഗൈസ്, നമ്മളെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പം ഇതുപോലെയുള്ള ക്ലയന്റുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും.